ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ പോസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ബൊറുട്ടോ നാരുട്ടോ സ്നേഹിച്ചിലെ എപ്പിസോഡ് നമ്പർ 103, 104, 105 ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്ന അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ബേർഡ്സിനെയും അഫക്റ്റഡ് അല്ലാത്തതിനെയും ഒന്നിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. സാറാടയ്ക്കും കരയിണ്ടും എങ്ങനെ ഇതിനെ തിരിച്ചറിയണമെന്ന് വയ്യ. ജുഗോ ആണെങ്കിലോ കേഴ്സ് മാർക്കിൽ അങ്ങനെ അഫക്റ്റായി പോവാണ്. അതിലങ്ങനെ തീർത്തും പെട്ടുപോയി എന്ന് തന്നെ പറയാം. അതേസമയം ഈ ടോസൂക്കെ ആണെങ്കിൽ അവൻ്റെ കേഴ്സ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്യാണ്. ബൊറൂട്ടോ ചോദിക്കുകയാണ്, നിനക്ക് ഉണ്ടല്ലേ ഇത്, നിനക്ക് ഏത് വരെ പോകാൻ പറ്റും? ജുഗോനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ലെവലിലൊന്നും പറ്റൂലല്ലോ, നീ എന്തിനാ ഇത് ചെയ്യുന്നത്, ഇത് വലിയ തെറ്റാണ്, നിന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയാണ്, നീ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? അപ്പോഴത്തേക്കും സറാഡ് ഇവിടെ കാണിക്കുകയാണ്, ഇതിൻ്റെ കണ്ണ് ചുവന്നിരുന്ന അത് അഫക്റ്റഡ് ആണെന്നല്ലേ, അങ്ങനെയുള്ളതിനെ പിടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കരീനും സറാഡയും കൂടെ പരിപാടി തുടങ്ങുകയാണ്. ഇതിൽ പ്രശ്നം നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ ചെയ്യണം. അപ്പോഴാണ് സിമുറയൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും അവരുടെ ടീം ഇപ്പോൾ സേഫായിട്ടിരിക്കുന്നതിൽ സറാഡയ്ക്ക് നല്ല സന്തോഷമുണ്ട്. അത് അവൾ പറയുന്നുമുണ്ട്, നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് മിഷൻ ചെയ്യാണ്ടെന്നും പറഞ്ഞിട്ട് അത് ചെയ്യാണ്. ബൊറൂട്ടോയും ടോസൂക്കയും ജുഗോയും ഒക്കെ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ജുഗോ മുന്നോടാണ്. ജുഗോ എന്ത് ചെയ്യുമെന്ന് കാണാൻ ടോസൂക്ക അവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ പോവാന്നും പറഞ്ഞു ബൊറൂട്ടോ. അങ്ങനെ ജുഗോ ആണെങ്കിൽ ഇല്ല ഇനി എനിക്ക് എൻ്റെ കൺട്രോൾ പോകരുത്, പൊക്കൂടാ അങ്ങനെ പോയാൽ വലിയ ആപത്താന്ന് പറഞ്ഞിട്ട് ജുഗോ സെൽഫ് കൺട്രോൾ എടുക്കാൻ നോക്കുന്നുണ്ട്. ടോസൂക്ക ആണെങ്കിൽ വേറൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ബൊറൂട്ടോ 4 സൈഡിൽ നിന്നും പിടിക്കാൻ നോക്കുമ്പോൾ ടോസൂക്ക വേറൊരു രൂപത്തിലേക്ക് ഒരുമാതിരി ഒരു രൂപത്തിൽ മാറി ബൊറൂട്ടോനെ പിടിക്കുകയാണ്. എന്നിട്ട് ജുഗോനെ എടുത്തിട്ടടിക്കുകയാണ്. ഡാ നീ എന്താ കാണിക്കുന്നത്, നീ ബോധത്തിലേക്ക് വാ, നീ ഒരു വലിയ മോൺസ്റ്റർ ആവണം, നീ എന്നിട്ട് ഇവിടെ ഫുൾ നശിപ്പിക്കണമെന്ന്. ജുഗോ ആണെങ്കിൽ ഒരു രീതിയിൽ കൺട്രോളിൽ നിന്നതായിരുന്നു. ആ ഒരു ബേർഡ്സിനെ കണ്ടിട്ട് അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പിന്നീട് അങ്ങോട്ട് വലിയൊരു മോൺസ്റ്ററായിട്ട് മാറാണ്. പറഞ്ഞിട്ട് എന്താ, ടോസൂക്കിനെ തന്നെ എടുത്തിട്ട് ആടിക്കാൻ തുടങ്ങുന്നത്. അറഞ്ചും പൊറഞ്ചാടി. നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞതുപോലെ നിന്നെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ജുഗോ കറക്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ എടുത്ത് എറിഞ്ഞ് തെറിച്ച് പോയി വീഴാണ്. നാണവും പോയി മാനം പോയി പോട്ടെ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ജുഗോയും അവനും നമ്മളുടെ ടോസൂക്കയും തമ്മിലൊരു അടിപൊളി ഫൈറ്റ് അവിടെ കഴിയാണ്. അടിപൊളി എന്ന് പറയുന്നത് നമുക്കറിയാം, ജുഗോ അടിപൊളിയായിട്ട് രക്ഷപ്പെടും. പിന്നീട് ഇതിൽ റെഡ് ഐസ് ഉള്ളതിനെ മാത്രം ഇവർ മാറ്റി പിടിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കും ജുഗോയുടെ അടുത്ത് നിന്ന് അടി കിട്ടുന്നുണ്ട്. ഇത് കാണുന്ന സുഗറ്റ്സുവിന് സഹിക്കുന്നില്ല. കാരണം ഇവനെ രക്ഷിക്കാനായിട്ടാണ് ബൊറൂട്ടോ ചാടി ഇറങ്ങി വന്നത്. ടോസൂക്ക പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ജുഗോയുടെ കൺട്രോള് പോയിന്ന്. ജുഗോ ആണെങ്കിൽ ജസ്റ്റ് വിട്ട വേഗത്തിന് ബൊറൂട്ടോടെ വന്ന് അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ന്യൂ ആണ് ഇടപെടുന്നത്. ന്യൂ ആണെങ്കിൽ ജുഗോ ഒരു വലിയ മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിനെ അറ്റാക്ക് ചെയ്യണം. ടോസൂക്ക പറയണ, എല്ലാം പോയി, ആ വൃത്തികെട്ട ക്രിയേച്ചറും തീർന്നു. ഒരു ക്രിയേച്ചറിനെയും നീ വിചാരിക്കുന്ന പോലെ അവൻ്റെ വിധി മാറ്റാനൊന്നും പറ്റത്തില്ല. ജുഗോയുടെ വിധി ഇതാണ്, അവൻ ഇങ്ങനെയാണ് അവൻ്റെ വിധിയെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കാര്യം പേപ്പർ ബോംബ്സ് എടുക്കുകയാണ്. ഈ ഒരു എല്ലാ ബേർഡ്സിനെയും കൊന്നു കളയാം. ഇല്ല, ഇവന് നേരം വെളുത്ത് പറന്നു പോയാൽ എല്ലായിടത്തും ഈ വൈറസ് സ്പ്രെഡാവും, ഈ ഒരു കേഴ്സ്ഡ് മാർക്ക് സ്പ്രെഡാവും. ബൊറൂട്ടോ ആണെങ്കിൽ ആകെ എങ്ങനെയെങ്കിലും ജുഗോനെ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. അങ്ങനെ ബൊറൂട്ടോ ഒരു പ്ലാൻ ചെയ്യാണ്. ബൊറൂട്ടോയുടെ സ്ട്രഗ് യൂസ് ചെയ്ത് എന്താണ് നല്ല ഫോഴ്സിൽ പറന്നു പോയി റസങ്കൻ വെച്ച് അടിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊനോഹമാറോ അങ്ങനെ ചെയ്തപ്പോൾ ബോധം വന്നിട്ടുണ്ടായിരുന്നു. ന്യൂവിനെ നമ്മളുടെ ജുഗോ എടുത്തിട്ട് അടിക്കാണ്, കറക്കിയിട്ടടിക്കാണ്, ദൂരെ വലിച്ചെറിയാണ്. അങ്ങനെ സിമുറയ്ക്ക് തന്നെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ബൊറൂട്ടോ ആണെങ്കിൽ കറക്റ്റ് പോയിട്ട് ജുഗോയുടെ നെഞ്ചത്ത് നോക്കി ഒരൊറ്റ പഞ്ചാണ്. ജുഗോ ഒരു സ്ഥലത്ത്, ബൊറൂട്ടോ ഒരു സ്ഥലത്ത്, തെറിച്ചടിച്ച് പോയി 2 പേരും വീടാണ്. ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു സ്ക്രീൻഷോട്ട് ആയിരിക്കും. കാരണം 2 കോപ്പിറൈറ്റ് വന്ന് കിടന്ന എപ്പിസോഡാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ നമ്മളുടെ സിമുറയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ജുഗോ റെഡി ആയോന്ന്. ഒരു രീതിയിലും റെഡി ആയിട്ടില്ല. ബൊറൂട്ടോ തെറിച്ചടിച്ച് പോയി വീണയല്ലാതെ ഒരു കുഴപ്പമില്ല ജുഗോയ്ക്ക്. ജുഗോ അങ്ങനെ പൊട്ടി എന്ന രീതിയിൽ തട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് വരാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇവൻ ഒരു വ്യത്യാസവും ഇല്ലേ എന്ന രീതിയിൽ നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അതായത് നമ്മൾക്കൊരു വില്ലുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം, അത് എത്ര കഷ്ടപ്പെട്ടാലും ചെയ്യണം, അവസാനം വരെ നിന്ന് ചെയ്യണം, ഒരിക്കലും ആ ഒരു പ്രതീക്ഷ വിടരുത്, ഒരിക്കലും വന്ന കാര്യം തെറ്റിക്കരുത്. ആ നമ്മുടെ തറവാണെങ്കിൽ പറക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിനുവേണ്ടി അറ്റംപ്റ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഒരു ദിവസം പറ്റുന്ന രീതിയിൽ. ജുഗോ ആണെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട ആ വെള്ളത്തിനെ പോലും വെള്ളേനെ പോലും അടിക്കാൻ പോകുമ്പോഴാണ് അവൻ കൺട്രോളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ബൊറൂട്ടോനെ
അടിച്ചില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ നോക്കുമ്പോൾ ജുഗോ കംപ്ലീറ്റ്ലി കൺട്രോളിലേക്ക് വന്നതാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയോ വന്നേക്കാണ്. ടോസുക തൻ്റെ പ്ലാൻ മുഴുവൻ വേസ്റ്റായോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. ജുഗോനെ കൊണ്ട് ഇപ്പോൾ മൊത്തം ബേർഡ്സിനെയും കൺട്രോളിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും സിമുറയും ന്യൂവും നോക്കി നിൽക്കുകയാണ്. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതത്രയും പറന്നു പോവും, അവിടെ ഫുള്ള് കേഴ്സ് മാർക്ക് സ്പ്രെഡ് ആവും. അങ്ങനെ ഇവരുടെ മിഷൻ ഫെയിലിയർ ആവും. അങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ. അങ്ങനെ എല്ലാ ബേർഡ്സിനെയും പേപ്പർ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് കൊല്ലാനും സ്വന്തമായിട്ടൊരു സൂയിസൈഡ് ചെയ്യാൻ തന്നെയാണ് നമ്മളുടെ സാറ അവിടെ നിൽക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും അവൾ ആ ഒരു ടീമിനെ ജയിപ്പിക്കട്ടെ, ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോഴാണ് ഒരാൾ കൈ വന്ന് പിടിച്ചിട്ട് ചെയ്യണ്ട എന്ന് പറയുന്നത്. നോക്കുമ്പോൾ മിത്സുക്കി, അതെന്തിനാ നീ ചെയ്യണ്ട എന്ന് പറയുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ കൊനോഹമാറു അങ്ങോട്ട് വന്നിട്ടുണ്ട്, സുഗെറ്റ്സുവിനെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സുഗെറ്റ്സ് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൊനോഹമാറിൻ്റെ കയ്യിലിരിക്കുന്നത് അത് നമ്മളുടെ ഈ ഒരു കേഴ്സ് മാർക്കില്ലേ, അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അണച്ചു കളയാനുള്ള ഇതാണ്. അത് അതിൻ്റെ ആൻറ്റിഡോട്ടാണ്. അപ്പോൾ ആൻറ്റിഡോട്ട് യൂസ് ചെയ്ത് അത് കുടിക്കുകയാണ് നമ്മളുടെ സുഗെറ്റ്സു. അത് കുടിച്ചതിന് ശേഷം സുഗെറ്റ്സ് തന്നെ വെള്ളമായിട്ട് മാറുകയാണ്. സുഗെറ്റ്സ് തന്നെ വെള്ളമായിട്ട് മാറിയിട്ട് സുഗെറ്റ്സ് തന്നെ ആകാശത്തേക്ക് പോയിട്ട് സുഗെറ്റ്സ് തന്നെ മഴയായിട്ട് പെയ്യാണ്. നമ്മളുടെ സുഗെറ്റ്സുവിനെ കൊണ്ട് എന്താ പറ്റത്തെ. അങ്ങനെ നമ്മളുടെ സുഗെറ്റ്സു എന്തെയാണ് മഴയായിട്ട് പെയ്യുന്നതോടെ പറന്നു പോയ ആ ഒരു പക്ഷികളുടെ പുറത്തും ഇത് വീഴാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇതും കംപ്ലീറ്റ് ഏരിയ കവറായി എന്തെയാണ് കേഴ്സ് മാർക്ക് അങ്ങനെ ആക്ടിവേറ്റ് നിന്നത്. അങ്ങനെ എന്തെയാണ് ഈ ഒരു ആൻറ്റിഡോട്ട് വെച്ചതോടെ തീരുകയാണ്. അങ്ങനെ നോർമലൈസ് ആയി പോവാണ്. അവൾ വിചാരിച്ചതുപോലെ, അതായത് നമ്മളുടെ സാധാരണ വിചാരിച്ചിരുന്നു ഇതിനെ ഒന്നിനും ഏൽപ്പിക്കരുതെന്ന്. അങ്ങനെ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി. അതേസമയം ആ വെള്ളത്താറാവില്ലേ, അത് ഇനിയും പറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെക്കൊണ്ട് പറ്റൂല, എന്നാലും നിനക്ക് വേണേൽ നീ ചെയ്യുന്ന രീതിയിൽ ജുഗോ അതിനെ ഇറക്കി വിട്ടു കൊടുക്കുകയാണ്. അതും കുറേ നേരം ഇതെല്ലാം പറന്നു പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ട് ക്ലാ 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 സാധാരണ വിളിക്കുന്ന പോലെ അങ്ങനെ വിളിച്ചിട്ട് അതും പറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ പറയണം, നിന്നെ കൊണ്ട് പറ്റൂല എന്നാരാ പറഞ്ഞത്? നിന്നെ കൊണ്ട് പറ്റും, കാരണം നീ എന്നെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല. കാരണം നമ്മളെ കൊണ്ട് പറക്കണമെന്ന് വെച്ചാൽ പറക്കാം എന്നൊക്കെ പറയുന്നത് കേട്ട് ഇതങ്ങോട്ട് പറക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട ജുഗോ ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ബൊറൂട്ടോ മോട്ടിവേറ്റ് ചെയ്തേ ഒരു താറാവ് വരെ പറക്കുന്നു. അമേസിങ്. അങ്ങനെ നമ്മളുടെ സിമുറയ്ക്കും ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മളുടെ എയിം എന്താണോ അത് ചിലപ്പോൾ എല്ലാവരും പറയും കൊള്ളത്തില്ല, പോട്ടെ ഒന്നും കൊള്ളത്തില്ല എന്ന് പറയും. പല രീതിയിൽ നമ്മൾ അവിടെ എത്താൻ നോക്കും, പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആവത്തില്ല. പക്ഷേ എങ്കിലും നമ്മൾ എത്തണം എന്ന കാര്യം. അതേസമയം ബൊറൂട്ടോ കൂടൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് താറാവിന് വെച്ചത്. അങ്ങനെ നമ്മളുടെ സിമുറ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇവരെല്ലാം ഞെട്ടുകയാണ്. അപ്പോൾ സിമുറ പറയുന്നത് വേണ്ട ബൊറൂട്ടോ അടുത്തൊക്കെ ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് എന്തെയാണ് സിമുറ പോവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവൾ നിഞ്ച ടൂൾ റിസർച്ച് സെൻറ്ററിലേക്ക് പോകാൻ പോവാണ്. അതായത് അവിടെ വെച്ചിട്ട് നമ്മളുടെ സിമുറയ്ക്ക് കൃത്യമായിട്ട് ന്യൂവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ സുഗെറ്റ്സു ആയിക്കോട്ടെ ആരായാലും പറഞ്ഞ സംഭവം ഇവൾക്ക് കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ്. ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ആ ഒരു കാര്യവും മനസ്സിലായി, എന്ത് വേണോ ചെയ്യാമെന്ന് മനസ്സിലായി. ബൊറൂട്ടോ ആണെങ്കിൽ പിറുപിറുത്തോണ്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ ചെയ്യണോ, ഇതാണോ എനിക്ക് മിഷൻ, ഇത് ഞാൻ പൊളിക്കുന്നത് ഞാനാണോ ചെയ്യേണ്ടത്, ഇവിടുത്തെ നാട്ടുകാർ ചെയ്യത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കൊനോഹമാരാണെങ്കിൽ വൃത്തിയാക്കി ഇട്ടിട്ട് പോകണം, അതാണ് മിഷൻ, നമ്മൾ ചെയ്ത ഒരു കുർത്തക്കേടും കൂടെ കാണാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അങ്ങനെ എന്തെയാണ് ആ ഒരു മിഷൻ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ ടൊസൂക്ക എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ടൊസൂക്ക എന്നെ മുമ്പേ കൊണ്ടുപോയല്ലോ. ആരെ കൊണ്ടുപോയി നോക്കുമ്പോൾ മിത്സുക്കി പറയുന്നത് അത് നമ്മളുടെ ആൾക്കാർ കൊണ്ടുപോയി. എന്തിനു കൊണ്ടുപോയി? കാരണം നമ്മളുടെ സുഗെറ്റ്സും ജുഗോയും കൂടെ ടൊസൂക്കിനെ കൊണ്ടിട്ടാണ് പോയത്. കാരണം ഒറോച്ചിമാറിന് പുതിയൊരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ കിട്ടി. കാരണം ഇവൻ തന്നെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവൻ്റെ ബോഡി കൊളാക്കി വെച്ചിരിക്കണം. ഇനി ഒറോച്ചിമാറിനും കൂടെ ചെയ്ത് നല്ല രീതിയിൽ കൊളാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സുഗെറ്റ്സും കരീനും കൂടെ കിടന്ന് വഴക്കാണ്. അങ്ങനെ വഴക്ക് കൂടുമ്പോൾ കരീൻ കൈ പൊക്കുമ്പോൾ കയ്യിൽ ബൈറ്റ് മാർക്ക് കാണാണ്. ഓ അപ്പം നീ കുറുക്കിൻ കൈ കൊടുത്തല്ലേ എന്ന് പറയുമ്പോൾ അവൾ അയ്യോ അതെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷൈ ആവണം. ജുഗോ ആണെങ്കിൽ നെഞ്ചിൽ കൈവച്ചു. ഇനി ബൊറൂട്ടോയുടെ രസങ്കനാണോ അവൻ്റെ വാക്കുകളാണോ എൻ്റെ മനസ്സിൽ തട്ടിയെന്നറിയത്തില്ല. പക്ഷേ എങ്ങനെയോ ഞാൻ എൻ്റെ കൺട്രോള് എങ്ങനെയോ എടുത്തേക്കാണെന്ന് പറയണം. ബൊറൂട്ടോയും നല്ല രീതിയിൽ എന്തെയാണ് ഇനിയും മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ബൊറൂട്ടോയുടെ വേർഡ്സ് ആണോ എന്താണോന്ന് അറിയത്തില്ല. സാറാടയ്ക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. സാറാട ഇത് പറയുന്നുണ്ട്, നീ ഒരുപാട് മാറി ബൊറൂട്ടോ, നല്ല കാര്യങ്ങളാണ് നീ ഇപ്പം ചെയ്യുന്നത്. മുമ്പ് കുറച്ച് നല്ല കാര്യത്തിനും ചെയ്യുമായിരുന്നു, ഇപ്പം കുഴപ്പമില്ല എന്ന രീതിയിൽ.
അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു രാത്രി ഒരു കള്ളനോടാണ് നമ്മളുടെ ബൊറൂട്ടോ, മിറ്റ്സുക്കി, സറാഡ അതുപോലെ തന്നെ കൊനോഹമാറു അവരുടെ പുറകെ ഓടാണ്. കള്ളനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ വിളിച്ചതെന്ന് കൊനോഹമാറു പറയാണ്. ആ കള്ളനെ പിന്നെയും കാണാണ്. പോലീസും ഇവരും ട്രേസ് ചെയ്ത് പോകുമ്പോൾ 4 കള്ളുകുടിയന്മാരാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് ഒരു പൂച്ചയുണ്ട്. അവന്മാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫിറ്റായിട്ട് കിടക്കുകയാണ്. അവന്മാരല്ല കള്ളൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് അവന്മാരെ അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നോക്കുമ്പോൾ അവന്മാരിൽ ആരുടെയോ ഒരു പൂച്ചയാണെന്ന് തോന്നുന്നു. അത് ഒറ്റയ്ക്കായി പോവാണ്. അങ്ങനെ അത് കാണുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ആകെ പാവം തോന്നാണ്. സറാഡയ്ക്കും തോന്നാണ്. അതിനെ കൊണ്ടുപോകാനായിട്ട് സാക്കുറ സമ്മതിക്കത്തില്ല. സാക്കുറയ്ക്ക് പൂച്ചേനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ ഹിനാറ്റയാണെങ്കിലോ അറിയത്തില്ല എന്ന് ബൊറൂട്ടോ പറയാണ്. അപ്പോൾ മിറ്റ്സുകിയോട് നോക്കാനായിട്ട് ബൊറൂട്ടോ ഏൽപ്പിക്കുകയാണ്. പ്ലീസ് നീ ഒന്ന് നോക്കൂ, ഹിമവാരിയോട് കൂടെ സംസാരിച്ചിട്ട് ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. മിറ്റ്സുക്കി എന്തോ അതിനെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴി ഒരാൾ ചോദിക്കുന്നുണ്ട് പൂച്ചയെ എങ്ങനെയാണോ പിടിക്കുന്നതെന്ന്. നോക്കിയാൽ അതൊരു ഡോക്ടറാണ്. അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് കഴുത്തിൽ പിടിക്കരുത്, നല്ല രീതിയിൽ കംഫി ആക്കുന്ന രീതിയിൽ പിടിക്കാൻ. അങ്ങനെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ അതാണെങ്കിൽ നല്ല ഉറക്കം വെക്കുകയാണ്. കാരണം ഇത്രയും നേരവും അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു അങ്ങനെ പിടിച്ചപ്പോൾ. അതുകൊണ്ടാണ് പൂച്ചകൾ കഴുത്തിൽ പിടിക്കുമ്പോൾ അനങ്ങാതിരിക്കുന്നത്. ഇനി അങ്ങനെ പിടിക്കരുത്, അതിന് ഫ്രണ്ടിനെ പോലെ കാണണം, നന്നായിട്ട് നോക്കണമെന്നൊക്കെ അയാൾ പറയാണ്. എങ്ങനെയോ അവൻ നോക്കുമോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സറാഡയും ബൊറൂട്ടോയും പോകുന്നത്. മിറ്റ്സുക്കി ആണെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതും ഇതുമൊക്കെ തട്ടിയിടുന്നുണ്ട്, അത് തട്ടിയിട്ട് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുർത്തക്കേട് കാണിക്കുകയാണ്. വെള്ളത്തിൻ്റെ അടുത്ത് പോയിരുന്ന നാവ് നീട്ടാണ്. അങ്ങനെ വെള്ളം തുറന്ന് കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എടുത്ത് കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. മിറ്റ്സുക്കിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിനെങ്ങനെയാണ് നോക്കണ്ടേന്ന്. പാമ്പിനെ നോക്കാനറിയാം, പൂച്ചയെ നോക്കാൻ അറിയത്തില്ലെന്നാണ് സറാഡയും ബൊറൂട്ടോയും പറഞ്ഞുകൊണ്ട് പോയത് തന്നെ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് വെള്ളമൊക്കെ കൊടുത്ത് അതിനാവശ്യത്തിനുണ്ടായിരുന്ന കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അത് അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. ആരെയോ കാത്തതിങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ മിറ്റ്സുക്കി എന്ത് ചെയ്യാണ്, പാവം തോന്നുകയാണ്. കാരണം മിറ്റ്സുക്കിയും ഇതുമാതിരിയാണല്ലോ. അങ്ങനെ എടുത്ത് ബെഡിൽ കൊണ്ട് വെക്കുകയാണ്. മിറ്റ്സുക്കിയും കിടന്നുറങ്ങുകയാണ്. ചെവിയിൽ കിടന്ന് വിളിക്കുകയാണ്. പിന്നെ മിറ്റ്സുക്കി ഇറക്കി കളയുകയാണ്. അങ്ങനെ നമ്മളുടെ കൊനോഹമാറു നോക്കുമ്പോൾ ഇവന്മാരാരും കുറ്റക്കാരല്ലെന്നും പറഞ്ഞ് പോലീസ് വെറുതെ വിടുകയാണ്. കാരണം തെളിവെടുപ്പിൽ അങ്ങനെ വന്നേക്കുന്നത് ഇക്കാര്യം ഇവരും അറിയുന്നുണ്ട്. പിന്നെ ആരായിരിക്കും ചെയ്തത് എന്ന രീതിയിൽ ഇവരുടെ ഇടയിലും ഒരു സംസാരം പോകുന്നുണ്ട്. പൂച്ചക്കുട്ടിക്ക് പേരിട്ടോന്ന് ചോദിക്കുമ്പോൾ പേരോ അങ്ങനെ ഇടണോ എന്നിടുമ്പോൾ അപ്പോഴത്തേക്കും നമ്മളെ മിറ്റ്സുക്കി ചോദിക്കുകയാണ് അങ്ങനെ ഇടും ജഗന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട നീ എന്ന് സറാഡ പറയാണ്. അതിനുശേഷം ഒരു പെറ്റ് ഷോപ്പിൽ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ പൂച്ച ആണാണോ പെണ്ണാണോ എന്ത് വേണം ചോദിക്കുമ്പോൾ അവന് അറിയത്തില്ല ആണാണോ പെണ്ണാണോ എന്ന്. അതുകൊണ്ട് എല്ലാ പൂച്ചകളുടെ സാധനവും വാങ്ങിക്കുകയാണ്. എത്ര വയസ്സുണ്ട് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ ഏജിലെയും എല്ലാ സാധനവും വാങ്ങിച്ച് പൂച്ചയ്ക്ക് പേരിടണം എല്ലാം പറഞ്ഞുകൊണ്ട് മിറ്റ്സുക്കി നല്ല ഒരു മൂഡിൽ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോഴോ പൂച്ച കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ മിറ്റ്സുക്കി അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത് പില്ലോടടി കിടന്ന് നല്ല ഉറക്കം. ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും മിറ്റ്സുക്കിക്ക് ഒന്നുമില്ലെങ്കിലും നല്ല പേടിയുണ്ട് ആ പൂച്ച പോകുമോയെന്ന്. അത്രയ്ക്ക് അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന് പാല് കൊടുക്കുകയാണ്. അവിടെ ക്യാറ്റ് ഫുഡ് വാങ്ങിച്ചില്ലേ അതിൽ നിന്നും കുറച്ച് കൊടുക്കുകയാണ്. കഴുത്തിലൊരു ബെൽറ്റ് കെട്ടി കൊടുക്കുകയാണ്. ഇന്നും അതിനെ അടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അടുത്ത ദിവസം എഴുന്നേക്കാണ്, പന്ത് കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് ആ പൂച്ച കളിക്കുകയാണ്. അത് നമ്മളുടെ മിറ്റ്സുക്കിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരുപാട് ടോയ്സ് മിറ്റ്സുക്കി വാങ്ങിയിട്ട് കൊണ്ടുവരാണ്. അതെല്ലാം വെച്ചിട്ട് പൂച്ചയ്ക്ക് മാത്രമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ പൂച്ചയുടെ ടോയ്സ് കൊണ്ട് വീട് ഫുള്ള് അറിയാണ്. മിറ്റ്സുക്കിയുടെ കൂടെ കിടന്നുറങ്ങും, കഴിക്കും, മിറ്റ്സുക്കിയുടെ കൂടെ കളിക്കും, എപ്പോഴും മിറ്റ്സുക്കിയുടെ കൂടെ. അപ്പോഴത്തേക്കും സറാഡയും ബൊറൂട്ടോ ആണെങ്കിൽ പറയുന്നുണ്ട് അവന് മിക്കവാറും പൂച്ചയെ നോക്കാൻ അറിയത്തില്ലായിരിക്കും, പാമ്പിനെ നോക്കാനേ അറിയത്തുള്ളൂ. ആ പൂച്ചയുടെ കാര്യം എന്താവും എന്തോ. എന്തായാലും ഹിമവാരി സമ്മതിച്ചിട്ടില്ല. എന്നാലും ഓക്കെ ഒരു വിധത്തിൽ പറഞ്ഞ് റെഡിയാക്കണം എന്ന് പറഞ്ഞ ബൊറൂട്ടോ നിൽക്കുകയാണ്. മിറ്റ്സുക്കി ആണെങ്കിൽ ചെറുതായിട്ട് ആ പൂച്ച ഒന്ന് ചുമച്ചതും അതിന് വയ്യാതായതും പെട്ടെന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോവാണ്. ആശുപത്രി എങ്ങോട്ടാണെന്നറിയാതെ അത് പെട്ടെന്ന് അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ മരുന്നില്ലല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യും വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിക്ക് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ അവർ പറയാണ്. അങ്ങനെ ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ മൃഗാശുപത്രി പോകണം എന്ന് പറഞ്ഞാൽ മൃഗാശുപത്രിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ മിറ്റ്സുക്കി എന്ത് ചെയ്യാണ്, ആ ഒരു ബാഗ് അവിടെ അതായത് പൂച്ചേനെ കൊണ്ടുവന്ന പെട്ടി ആ ഒരു ക്യാറ്റ് ബോക്സ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് ആ ഒരു മാപ്പ് വാങ്ങിച്ച് നോക്കുകയാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് വഴിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ബോക്സും എടുത്ത് ഒരുത്തൻ ഓടിപ്പോവാണ്. ഇത് നമ്മളുടെ സറാഡയും ബൊറൂട്ടോയും കാണുന്നുണ്ട്.
അവരതുകൊണ്ടല്ല ശ്രദ്ധിക്കുന്നത്, അന്ന് പിടിച്ച കള്ളന്മാരിൽ ഒരുത്തനല്ലേ ആ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ നോക്കുന്നത്. അപ്പം അവനാണെങ്കിൽ അങ്ങ് കൊണ്ടുപോയിട്ട് ആ പൂച്ചേനെ കുത്തി കൊല്ലാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. ഇവ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. മിക്കവാറും ഇവന് പൂച്ചയുടെ ഒരു ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മിറ്റ്സുക്കി അത് തിരക്കി പിടിച്ച് വരികയാണ്. ബൊറൂട്ടോടൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് ആ സ്ഥലത്ത് വരികയാണ്. ബൊറൂട്ടോയും സറാഡയും മിറ്റ്സുക്കിനെ ഫോളോ ചെയ്ത് തന്നെ വരികയാണ്. ആ പൂച്ചേനെ തട്ടിപ്പറിച്ചെടുക്കുകയാണ് നമ്മളുടെ മിറ്റ്സുക്കി. ഇവനെ എങ്ങനെയും പിടിച്ചു പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ മിറ്റ്സുക്കി ആ ഒരു സമയം ഭയങ്കര ഹൈപ്പറായത് ബൊറൂട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്കും അവൻ ആ പൂച്ചയായിട്ട് അഫെക്ഷൻ ഉണ്ടെന്ന് ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി. ആ ഒരു പോലീസ് പറയുന്നതുകൊണ്ട് നിങ്ങളെ സഹായിച്ചതിന് നന്ദി, ഇവൻ തന്നെ ആയിരിക്കും യഥാർത്ഥ കള്ളൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു പൂച്ചേനെ മിറ്റ്സുക്കി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ ഡോക്ടർ പറയാണ് നിങ്ങൾ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് മാസ്ക് മാറ്റുമ്പോഴാണ് കാണുന്നത്. അന്ന് ഒരാൾ അഡ്വൈസ് കൊടുത്തില്ലേ ഒരു ഡോക്ടർ, ആ ഡോക്ടർ പൂച്ചക്കുഞ്ഞിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. കത്തിയെടുത്ത് കാണിച്ച് ആ ഒരു പേടിച്ചത് കാരണമാണ് മിറ്റ്സുക്കി കൊണ്ടുപോയത്. അതൊക്കെ കണ്ട് ഡോക്ടർ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഇതുപോലെ നോക്കണമെന്നും പറഞ്ഞ് നമ്മളുടെ മിറ്റ്സുക്കി എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരമ്മ പൂച്ച അവിടെ കിടന്ന് കരയാണ്. ഈ കുട്ടി പൂച്ച പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ്. ഓ നീ എന്നെ വിട്ട് പോവുകയാണോ എന്നും പറഞ്ഞിട്ട് മിറ്റ്സുക്കി പറയുന്നുണ്ടെങ്കിലും അമ്മയടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, മിറ്റ്സുക്കി വീട്ടിലേക്ക് വരുമ്പോൾ ദേ ഇരിക്കുന്നു മിറ്റ്സുക്കിയുടെ പൂച്ച. ഒരു കാര്യം കൂടെ, നമ്മളുടെ പൂച്ചക്കുട്ടിയുടെ പേര് മെക്കാസുകിയാണ്. അതിനോട് എപ്പോഴും വേണോ വീട്ടിൽ വന്നോളാൻ പറഞ്ഞ് ഡോറ് തുറന്നു കൊടുക്കുകയാണ് നമ്മളുടെ മിറ്റ്സുക്കി. അടുത്ത ദിവസം നമ്മളുടെ മിറ്റ്സുക്കി ഒറോച്ചിമാരുടെ റിസർച്ച് സെൻറ്ററിൽ പോവാണ്. അവിടെ ആണെങ്കിൽ നമ്മളുടെ മിറ്റ്സുക്കിയുടെ ബ്രദറും ഒക്കെ ഉണ്ട്. അപ്പോൾ മിറ്റ്സുക്കി പറയാണ് ഞാൻ ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഡ്രീമൊക്കെ കാണുന്നു. അപ്പോഴത്തേക്കും അതെന്തായിരിക്കും കാരണമെന്ന് പറഞ്ഞ് ഒറോച്ചിമാരുടെ അടുത്ത് വരികയാണ്. ഒറോച്ചിമാരാണെങ്കിൽ മൈൻഡ് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഈ ഇടയായിട്ട് നമ്മളുടെ മിറ്റ്സുക്കിക്ക് പൂച്ചയോട് പട്ടിയോട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സ്നേഹം, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, പ്രത്യേക ഫീലിങ്സ്, ഡ്രീംസ്, അതുപോലെ തന്നെ ഒരു ചലഞ്ച്, സങ്കടം, ഹാപ്പിനെസ്, ദേഷ്യം, അങ്ങനെ എല്ലാ ഇമോഷൻസും ഒരു മനുഷ്യനെ പോലെ, ഒരു നിഞ്ചയെ പോലെ അവനായിട്ടുണ്ട്. അങ്ങനെ ഒറോച്ചിമാറും നല്ല രീതിയിൽ സ്കാൻ ചെയ്യാണ്. അങ്ങനെ ഒറോച്ചിമാർ കണ്ടുപിടിക്കുന്നത് ബൊറൂട്ടോയായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അതായത് ബൊറൂട്ടോയായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഇവർക്കുള്ളത്. അതായത് നമ്മളുടെ മിറ്റ്സുക്കിക്ക് ഒന്നെന്നാ ബൊറൂട്ടോ ചാവും, ബൊറൂട്ടോയ്ക്ക് ഒന്നെന്നാ മിറ്റ്സുക്കി ചാവും. അത്രയ്ക്കും തിക്ക് ബോണ്ട്. ആ ഒരു സമയത്ത് ലാസ്റ്റ് നമ്മളെ മിറ്റ്സുക്കിനെ വെള്ളത്തിൽ നിന്ന് വില്ലേജിൽ നിന്നും കടത്തിക്കൊണ്ട് പോയ ആ ഒരു സംഭവ ബഹുല നിമിഷത്തിൽ നമ്മളുടെ മിറ്റ്സുക്കിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും ബൊറൂട്ടോനാണ്. അതിന് വേണ്ടിയിട്ട് ബൊറൂട്ടോ ഉള്ള വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഫ് വില്ലേജിൻ്റെ ഒരു ആപത്തെന്ന് അറിഞ്ഞപ്പോൾ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുത്തത്. അവന്മാരുടെ മുന്നിൽ വെച്ച് ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഉള്ളു പെടയ്ക്കായിരുന്നു, എന്നാലും ഒന്നും പറ്റാത്ത രീതിയിൽ ചെയ്തു. ആ ഒരു കൈ ക്രാക്ക് ആവുന്നത് കണ്ടപ്പോൾ ഒറോച്ചിമാരോട് മനസ്സിലായി, ഓ മിറ്റ്സുക്കിനെ അവർ റിസർച്ച് മെറ്റീരിയൽ ആക്കാനാണ് കൊണ്ടുപോയെന്ന്. മിറ്റ്സുക്കി അവൻ മരിച്ചപ്പോൾ ഉണ്ടായ ഇമോഷൻസും പിന്നെ ബൊറൂട്ടോയുടെ കൂടെ നിന്ന് റിവെഞ്ച് എടുത്ത കാര്യങ്ങളും ഒക്കെയും കാണുമ്പോൾ ഒറോച്ചിമാരോട് മിറ്റ്സുക്കിയുടെ മെമ്മറി എറേസ് ചെയ്താലോ എന്ന് തോന്നുകയാണ്. ഞാൻ ഒറോച്ചിമാർ നോക്കുമ്പോഴാണ് ലാസ്റ്റ് ഫൈറ്റിൽ നമ്മളുടെ മിറ്റ്സുക്കി ഹൃദയം കൊണ്ട് പോകുന്നു, എന്നിട്ട് കൊടുക്കുന്നില്ല, അത് വെറും പാമ്പായിരുന്നു, ക്ലോൺ വെച്ചുണ്ടാക്കിയ ഒരു ഫേക്ക് ഹൃദയമായിരുന്നു, ഒറ്റ കൊത്തു അവനെ തീർക്കാൻ നോക്കുന്നു. അപ്പോൾ അത്ര എവിടെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴത്തേക്കും അതൊക്കെ കാണുമ്പോൾ ശരിയാണ്, മിറ്റ്സുക്കി ചെയ്തതൊരു നല്ല കാര്യമാണ്. പിന്നീട് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തതും അവൻ്റെ ഫ്രണ്ടിൻ്റെ മരണം കൺമുന്നിൽ കണ്ടിട്ട് പോലും നമ്മളെ മിറ്റ്സുക്കി സ്ട്രോങ് ആയിട്ട് ബൊറൂട്ടോയുടെ കൂടെ നിന്നതും ബൊറൂട്ടോയുടെ കൂടെ കട്ടയ്ക്ക് നിന്നതും, എന്നാലും അവരെ ആരെയും ഹാം ചെയ്യണമെന്ന് ബൊറൂട്ടോയുടെ പോലെ തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയതും ഒരു ഷിനോബിയായി മാറിയതും ഒക്കെയും നമ്മളുടെ ഒറോച്ചിമാരോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഒറോച്ചിമാറോ ആ ഒരു ഇതിൽ കൂടെയാണ് കടന്നു വന്നത്. അവൻ അത്രയ്ക്കും മെൻ്റൽ പ്രഷർ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അവൻ്റെ ഡ്രീംസ് ആയിട്ട് വരുന്ന ഇതെല്ലാം നശിപ്പിച്ച് കളയണമെന്ന് ഒറോച്ചിമാർ തീരുമാനിക്കുകയാണ്. ലോട്ട് കൂടെ കാര്യം മെമ്മറി ഫുള്ള്. കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ മിറ്റ്സുക്കി കണ്ണ് നിറക്കുമ്പോൾ അവനോട് ഒറോച്ചിമാർ പറയണം നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ മിറ്റ്സുക്കി കാണുന്ന അവൻ്റെ തന്നെ റൂമാണ്. അവിടെ നോക്കുമ്പോൾ നമ്മളുടെ മിക്കസാക്കി വന്ന് നിൽക്കുകയാണ്. എന്താ പ്രശ്നം, എങ്ങനെ ഉണ്ടായോ, എന്താ ഒറോച്ചിമാർ ചെയ്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ മിറ്റ്സുക്കിക്ക് ഇപ്പോഴും എല്ലാം ഓർമ്മയുണ്ട്. അപ്പോഴത്തേക്കും എന്ത് വേണോ ചെയ്യാമെന്ന് ഒറോച്ചിമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ എന്ത് വേണോ ചെയ്തോ, ആ മെമ്മറീസ് വെച്ച് ചെയ്തോ, അത് നമ്മളിൽ ഒരാളായി മിറ്റ്സുക്കി ഇനി നമ്മളുടെ കൂടെ കാണുമെന്ന് പറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതിനു മുമ്പ് ഞാൻ എപ്പിസോഡ് ലാഗാകാൻ കാരണം അതൊരു കാരണമാണ്, ഞാൻ പിന്നീട് ഒരു ദിവസം Q&Aയിൽ പറയാം. ഓക്കെ, അടുത്ത് തന്നെ നമുക്കൊരു Q&A സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റ.